കുറച്ച് നാളുകളായി ആശാവർക്കർമാർ സമരത്തിലാണ്. അവർ അവരുടെ കഷ്ടപ്പാടുകൾ തുറന്നു പറയുമ്പോൾ ഭരിക്കുന്ന പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് വലിയ വിമർശനമാണ് ഉണ്ടാകുന്നത്. ആ വേദിയിലേക്ക് ഇന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി കടന്നു വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൽ വലിയ പ്രതീക്ഷയാണ് ആ സാധാരണക്കാരായ സ്ത്രീകൾ അർപ്പിച്ചിരിക്കുന്നത്. ഒരു മാറ്റം ഉണ്ടാകുമോ സുരേഷ് ഗോപിയുടെ സന്ദർശനം കൊണ്ട്? ഈ സുരേഷ് ഗോപി അവിടെ എത്തിയതോടുകൂടി ആ സമരത്തിൻ്റെ ചിത്രം മാറി. സമരത്തിൻ്റെ ചിത്രം കുറേ നാളായിട്ട് മാറി നിൽക്കുകയാണ്. ഒരു ജനകീയ പിന്തുണയുള്ള സമരമായി തീർന്നു. പക്ഷെ സുരേഷ് ഗോപി വന്നതോടുകൂടി ഒന്നുകൂടി മാറി. നമുക്കറിയാമല്ലോ, ചില പ്രശ്നങ്ങളിൽ, പൊതുപ്രശ്നങ്ങളിൽ സുരേഷ് ഗോപി ഇടപെട്ടിട്ടുള്ള കാര്യം. കരിവന്നൂർ ബാങ്ക് ഇടപാട്, ആ കേസിൽ തന്നെ അതിനകത്ത് തൃശ്ശൂരിൽ നടത്തിയ പദയാത്ര, അതൊക്കെ ഒന്നുകൂടെ അതിനെ ജനകീയമാക്കി മാറ്റി കൂടുതൽ അധികാരികളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനായിട്ടും സാധിച്ചു എന്നുള്ളതാണ്. അതിൻ്റെയൊക്കെ ഇമ്പാക്റ്റ് അവിടെ ഉണ്ടായി. അത് രാഷ്ട്രീയമായിട്ടും ഉണ്ടായി, അല്ലാതെയും ഉണ്ടായി എന്നുള്ളതാണ്. ഇപ്പം ഇത്തരത്തിലുള്ള ഇടപെടൽ നടത്തണം. ഇപ്പം സുരേഷ് ഗോപി അവിടെ വന്നില്ലെങ്കിൽ പോലും കേരളത്തിലെ BJP ഇത് ഏറ്റെടുക്കണം. ഇപ്പോൾ കണ്ടോ, ആശാവർക്കർമാർ സമരം നടത്തുമ്പോൾ ഇതിനകത്ത് ഈ CIT വിഭാഗത്തിനെയും കൊണ്ട് ഒരു വിഭാഗം അങ്ങ് മാറിയിട്ട് കേന്ദ്രത്തിനെതിരെ സമരം നടത്തുകയാണ്. ആർക്കായാലും ഇവരാവശ്യപ്പെടുന്നത് ഒരു കാര്യമേ ഉള്ളൂ. ഇവർ വളരെ തുച്ഛമായ ശമ്പളത്തിന് ജോലി ചെയ്യുന്നവരാണ്. എല്ലാ ജോലികളും ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കും. പിന്നെ നാട്ടിലെ അവിടെയൊക്കെ ഈ മന്ത്രിമാരും ഔദ്യോഗിക പരിപാടികളും ഒക്കെ നടക്കുമ്പോൾ വേഷം കെട്ടിക്കൊണ്ട് ചെന്ന് ഇരുത്തുന്നത് ഈ പാവം പിടിച്ചവരെയാണ്. അവർ 10,26,000 പേരുണ്ടെന്നേ. ഇവരുടെ ഈ ഒരു പ്രശ്നം വന്നപ്പോൾ അത് പരിഹരിക്കാനായിട്ട് ഒരു മന്ത്രിതല ചർച്ചകൾ പോലും അവിടെ ഉണ്ടായില്ലെന്ന്. ഉടനെ കേന്ദ്രത്തിനെ പഴിചാരുകയാണ്. ഇവിടെ എന്തും ഏതും നടക്കാതെ വരുമ്പോൾ കേന്ദ്രത്തിനെയാണ്. നമ്മൾ വയനാട്ടിലെ പദ്ധതികൾ പലതും മുടങ്ങിക്കിടക്കുകയാണ്. CIT ആവശ്യപ്പെടുന്നത് കേന്ദ്രത്തിനെതിരെ നമുക്ക് ഒരുമിച്ച് സമരം ചെയ്യാമെന്നാണ്. അതെ, ഇവർക്ക് രാജ്ഭവന്റെ മുമ്പിലോട്ട് വരിക, കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യുക. ഇത് എന്നിട്ട് പറയുകയാണ് ഫാസിസമാണ്, ഭരണകൂട ഭീകരതയാണ്. ഇടയ്ക്ക് CPM-ന്റെ നയം തന്നെ തിരുത്തുകയാണ്. ഈ മോദിയെ അത്തരത്തിലുള്ള ഫാസിസ്റ്റ് ഭരണം എന്നുള്ള രീതിയിൽ വിശേഷിപ്പിക്കേണ്ട എന്നുള്ള രീതിയിൽ. CPI പക്ഷേ അതിലങ്ങ് ഉറച്ചു നിൽക്കുകയുമാണ് ചെയ്യുന്നത്. എന്തായാലും ഇതിപ്പോൾ കോൺഗ്രസും എന്തുകൊണ്ട് ഈ വിഷയം കൂടുതലായിട്ട് ഏറ്റെടുക്കാതെ മാറി നിൽക്കുന്നു? സമരപ്പന്തലിൽ വന്നു പോയി കാണും, പക്ഷെ അതല്ല ആവശ്യം. ഇതൊക്കെ ഇവിടുത്തെ പ്രതിപക്ഷം ഏറ്റെടുക്കണം. ഇപ്പൊ കോൺഗ്രസ്സുകാർക്ക് തന്നെ എത്രയോ വിഷയങ്ങൾ ഏറ്റെടുക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. അതൊന്നും വേണ്ട തരത്തിൽ അവർ ഉപയോഗിക്കുന്നില്ല. കാരണം അവരുടെ പ്രശ്നം തന്നെ തീർക്കാൻ പോകണ്ടേ. അതിനുവേണ്ടി കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ കൂടിയിട്ട് എല്ലാവരും കൂടി ഞാൻ മുഖ്യമന്ത്രിയാകാനില്ല, ചെന്നിത്തല ആയിക്കൊള്ളട്ടെ എന്നൊക്കെ പറഞ്ഞാണ് അവിടെ ചർച്ച നടക്കുന്നത്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഒരുമയോടുകൂടിയാണ് വരുന്നത് എന്നൊക്കെയാണ്. അവിടെ കൂടി ആ ചർച്ചയിലും കോൺഗ്രസ്സിലെ ഇന്നാരെ വിളിച്ചിട്ടില്ല എന്നുള്ള പരാതിയും ഒക്കെ നിൽക്കുകയാണ്. അപ്പോൾ അവർക്ക് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്നില്ല. പിന്നെ എങ്ങനെയാണ് മറ്റ് നാട്ടിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്നത്? അപ്പോൾ സുരേഷ് ഗോപി ഇപ്പോൾ ഇവിടെ വന്നു. തിരുവനന്തപുരത്ത് BJP ഘടകമെന്ന് പറയുന്നത് വളരെ ശക്തമാണ്. പ്രത്യേകിച്ച് തിരുവനന്തപുരം അവർക്ക് വളരെ നോട്ടമിട്ടിട്ടുള്ള A ക്ലാസ് പാർലമെൻറ്റ് മണ്ഡലവുമാണ്. വിജയത്തോട് അടുത്ത് നിൽക്കുന്ന മണ്ഡലം കൂടിയാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം തിരുവനന്തപുരത്ത് BJP ഘടകം വളരെ ശക്തമാണ്. 3 BJP-യുടെ ജില്ലാ പ്രസിഡന്റുമാർ തന്നെ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് കൂടുതൽ ഈ സമരത്തിനകത്ത് ഇവർക്ക് ഇടപെടാൻ കഴിയുമെന്നുള്ളതാണ്. കാരണം കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് ഇവരിവിടെ എത്തി സമരം ചെയ്യുന്നത്. ഇതിനകത്ത് സർക്കാർ ഒരു തരത്തിലുള്ള അനുഭാവപൂർവമായ നടപടികളും സ്വീകരിച്ചിട്ടില്ല. പ്രത്യേകിച്ച് സ്ത്രീകൾ നടത്തുന്ന സമരമാണ്. ഇപ്പം പെമ്പിളെ ഒരുമയൊക്കെ നമുക്കറിയാവുന്ന സമരമാണ് മൂന്നാറിലെ. ഇതൊക്കെ കൂടുതൽ ജനകീയമാക്കാനായിട്ട് എന്തായാലും കേരളത്തിലെ പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസിന് സാധിക്കാതെ പോകുന്നു. അപ്പോൾ അവിടെ ആ റോൾ ഏറ്റെടുക്കേണ്ടത് BJP-യാണ്. പ്രത്യേകിച്ച് ഇതിനകത്ത് ഈ സമരത്തെ വിഘടിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് CIT നടത്തുന്നത്. അത് CPM-കാർക്ക് തന്ത്രം അറിയാമല്ലോ. എങ്ങനെ ഒരു സമരത്തെ പൊളിച്ചു കെട്ടിക്കൊടുക്കാം, ഒരു സമരത്തെ എങ്ങനെ വിജയിപ്പിക്കാം. ഇവർ ഒരുപാട് സമരം ചെയ്ത് വിജയിച്ചിട്ടുള്ളവരാണ് CPM-കാര്. അപ്പോൾ എങ്ങനെ സമരത്തെ പൊളിപ്പിക്കാം എന്നും കൃത്യമായിട്ട് അറിയുന്നവരാണ്.
ഈ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ പറയുന്നത് ഇതിന് പിന്നിൽ SDP ആണ്, ജമാഅത്തെ ഇസ്ലാമി എന്ന്. CIT ആരംഭിക്കുന്നത് ഇതിൽ കീടങ്ങളാണെന്ന്. അതെ, അങ്ങനെ അതില് പിന്നെ സമരസമിതിയുടെ നേതാവ് മിനിയാണ് ഒരു CITUവിൻ്റെ നേതാവ് പറഞ്ഞത് കീടമാണ് എന്നൊക്കെ. അതെങ്ങനെ ഒരു നേതാവിനെ, ഇതിനകത്തൊരു ജനാധിപത്യ മര്യാദ കാണിക്കണ്ടേ? ഒരു നേതാവിനെ കയറി അടുത്ത് ഈ കേരളം കാത്തിരിക്കുന്ന പ്രസ്താവന അത് MM മണിയുടെ ഭാഗത്തു നിന്നാണ്. അതെ, സാധാരണ മണിയാണ് ഇത്തരത്തിലുള്ള ഇതിലും വളരെ മോശമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നത്. അദ്ദേഹം പറയും സെക്രട്ടേറിയറ്റിനുള്ളിൽ മറ്റേ പണി എന്ന് പറയും. അതെ, തീർച്ചയായിട്ടും അതെ. ഈയിടെയായിട്ട് അദ്ദേഹം വലിയ അനക്കമൊന്നും ഉണ്ടാകുന്നില്ല. അല്ല, എന്തായാലും ആശാൻ ഇറങ്ങും എന്തായാലും. അത് ഇറങ്ങിയാലൊരു ഇറക്കവുമാണ്. അപ്പൊ ഇത് തീർച്ചയായിട്ടും അതൊക്കെ വളരെ ജനാധിപത്യ മര്യാദയല്ല ഇത്തരത്തിലുള്ള രീതിയിൽ വിശേഷിപ്പിക്കുന്നത്. ഇവരുടെ ആരെയെങ്കിലും ആയിരുന്നുവെങ്കിൽ ഇവരെന്താകുമായിരുന്നു? ഇവർക്ക് എന്തുമാകാമല്ലോ. ഇപ്പൊ തന്നെ കോടതിയിലെ ജഡ്ജിയെ കയറി ശുംഭൻ എന്ന് വിളിക്കുക, ഇതൊക്കെ ആരുടെ ഭാഗത്തു നിന്നാണ്? ഇവരുണ്ടാക്കിയിട്ടുള്ള പദപ്രയോഗങ്ങൾ പരനാറി, കുലംകുത്തി, നികൃഷ്ടജീവി എന്നൊക്കെയാണല്ലോ പിണറായി വിജയൻ വിളിച്ചിട്ടുള്ളത്. അതൊക്കെ തന്നെയാണ് ഇവരുടെ പ്രധാനപ്പെട്ട താഴെ തട്ടിലുള്ള നേതാക്കന്മാരും കണ്ട് വിളിക്കുന്നത്. അപ്പൊ ഇവരിത് എന്തിനു വേണ്ടി സംഘടിച്ചു എന്നുള്ളത് ആലോചിക്കണം. പിന്നെ എന്തിനു വേണ്ടിയാണ് ഈ മിനിയെ പറഞ്ഞിരിക്കുന്ന SUCI? അവര് ബസ് സ്റ്റാൻഡിൽ പാട്ടപ്പിരിവ് നടത്തുന്നവരാണ്. അവർ പാട്ടപ്പിരിവ് നടത്തുവോ എന്ത് വേണം ചെയ്തോട്ടെ. ആരാണ് പറയുന്നത്? CPM-കാരാ. അവര് പാട്ടയല്ല, ബക്കറ്റാണ് ഉപയോഗിക്കുന്നത്. ഈ ദേശാഭിമാനി ഓരോ ഇടങ്ങളിൽ ഓരോ യൂണിറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് എങ്ങനെയാ? ഇതൊക്കെ ബക്കറ്റ് പിരിവല്ലേ? ബക്കറ്റ് പിരിവിൽ എത്രയോ ഇത് ഇവർ തിന്നു മുടിക്കുന്നു. അല്ലാതെ തന്നെ ഇവിടെ കൈരളി ചാനൽ ഉണ്ടാക്കി. ഇതെല്ലാം ബക്കറ്റ് പിരിവിലൂടെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇത്തരത്തില് ഈ സമരം ചെയ്യുമ്പോൾ എന്നിട്ട് അതിനെ വിഘടിപ്പിച്ചു കൊണ്ടുപോയിട്ട് കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യാം. ഈ പാവം പിടിച്ചവരെ പറഞ്ഞു പറ്റിക്കുകയാണ് ചെയ്യുന്നത്. അവിടെയാണ് ഇപ്പോൾ സുരേഷ് ഗോപി ഇറങ്ങിയിരിക്കുന്നത്. സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നത് ഞാൻ ഈ വിവരം പ്രധാനമന്ത്രിയെ ധരിപ്പിക്കും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ ഒരു സ്ത്രീ ശാക്തീകരണത്തിന് എപ്പോഴും കൂടുതൽ ഒന്നുകൂടെ ശക്തി പകരുന്നവരാണ് BJP നേതൃത്വം. നമ്മൾ തൃശ്ശൂരിൽ കണ്ടതാണ്. അവിടെ നരേന്ദ്രമോദി വന്ന സമയത്തൊരു സ്ത്രീ ശാക്തീകരണത്തിൻ്റെതായിട്ടുള്ള ഒരു സമ്മേളനം തന്നെ ഉണ്ടായി. മറിയക്കുട്ടിയെ ഞാൻ ചോദിച്ചോട്ടെ, ഈ കേരളത്തിൽ ഈ സ്ത്രീകളെ മുഴുവൻ തെരുവിലിറക്കിയത് ആരാണ്? ഈ CPM LDF ഭരണമാണ്. മറിയക്കുട്ടി എന്തുകൊണ്ടാണ് ഈ പിച്ചച്ചട്ടി എടുത്തിറങ്ങിയത്? ക്ഷേമ പെൻഷൻ കിട്ടാഞ്ഞിട്ടല്ലേ? മറിയക്കുട്ടിയും ഒപ്പം അതേ പ്രായം, മറിയക്കുട്ടിക്കെതിരെ ദേശാഭിമാനി തന്നെ വാർത്ത കൊടുക്കുന്ന സംഭവം. അതെ, മറിയക്കുട്ടിയോടൊപ്പം തന്നെ അതേ പ്രായത്തിലുള്ള വേറൊരു സ്ത്രീ കൂടെ ഉണ്ടായിരുന്നു. സുരേഷ് ഗോപി അവരെ ചേർത്ത് നിർത്തി. അത് വേണ്ടപ്പെട്ടവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു എന്നുള്ളതാണ്. അതുപോലെ സുരേഷ് ഗോപി ഇത് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് എന്തായാലും പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരും. ഇവർക്ക് അർഹമായ പരിഗണന ലഭിക്കുകയും ചെയ്യുമെന്ന് നമ്മൾ ഏതായാലും പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം സുരേഷ് ഗോപി കൈവച്ചെടുത്തില്ല. ഇതൊക്കെ നമ്മൾ എന്ത് പറഞ്ഞാലുമുണ്ടല്ലോ, ചില വാക്കുകളൊക്കെ ഇങ്ങനെ സുരേഷ് ഗോപി ഈ സിനിമ ഹാങ് ഓവർ ഇങ്ങനെ കിടക്കുന്നുണ്ടെങ്കിലും ഈ ജനകീയ പ്രശ്നങ്ങൾ ഇടപെടുക, സാധാരണ ജനങ്ങളോട് പലപ്പോഴും ഒരു അതിൻ്റേതായ ഒരു സ്നേഹം, അനുകമ്പ, ഇങ്ങനെയൊക്കെ ദയ, ഇതൊക്കെ വെച്ച് പുലർത്തുന്ന ആൾ കൂടിയാണ് സുരേഷ് ഗോപി. അതിൻ്റെ ഒരു ദൃശ്യമാണ് ഇന്ന് നമ്മൾ ഈ സെക്രട്ടേറിയറ്റിൻ്റെ മുൻപിൽ കണ്ടത്. ഈ സമരം കുറേ ദിവസങ്ങളായില്ലേ ഇത് തുടർന്നുകൊണ്ടിരിക്കുകയല്ലേ. ഇത് സമരം ഏത് തരത്തിലേക്ക് മാറും എന്നുള്ളതാണ് നമ്മൾ ഇനിയിപ്പോൾ കാണേണ്ടത്. മുൻകാലങ്ങളിലും പലതരത്തിലുള്ള സമരവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. AK ആന്റണിയുടെ ഭരണകാലത്താണ് ആദിവാസികളുടെ ഉണ്ടായിട്ടുള്ള സമരം, വലിയ സമരമായിരുന്നു അത്. അതുപോലെ ഇതിപ്പോൾ LDFനെ വെട്ടിലാക്കുന്ന ഒരു സമരം തന്നെയായിരിക്കും. ഈ ഒരു വിഭാഗത്തെ ഭിന്നിപ്പിച്ചുകൊണ്ട് പോകാനായിട്ട് CITU ശ്രമിക്കുമ്പോൾ അവരെ പറഞ്ഞു മനസ്സിലാക്കിച്ചു കഴിഞ്ഞാൽ ഈ ഒറ്റ കുടക്കീഴിൽ തന്നെ കൊണ്ടുവന്നിട്ട് ഈ ആശാവർക്കർമാരുടെ സമരത്തെ മുഴുവനായിട്ട് BJPക്ക് ഏറ്റെടുക്കാൻ കഴിയും എന്നുള്ളതാണ്. അതിൻ്റെ ഒരു തുടക്കമാണ് ഇപ്പോൾ സുരേഷ് ഗോപി മുമ്പോട്ട് വെച്ച് കൊടുത്തിരിക്കുന്നത്. അത് ഇനിയെങ്കിലും തലസ്ഥാനത്തെ BJP ഘടകം ഏറ്റെടുത്തു കഴിഞ്ഞാൽ
അത് ഇവർക്ക് അനുകൂലമായിട്ട് മാറും. പ്രത്യേകിച്ച് വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകൾക്കൊക്കെ ഇതൊരു അനുകൂല സാഹചര്യമാണ്. അവിടെയാണ് ഈ പ്രാദേശികമായിട്ടുള്ള ചില ഇടപെടൽ ഇതിനകത്തുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് തദ്ദേശ സ്ഥാപനങ്ങളുടെ വോട്ടായിട്ട് മാറ്റാൻ സാധിക്കുമെന്നുള്ളതാണ്. അതിന് ഈ അവസരം ഇവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്നില്ലെന്നുണ്ടെങ്കിൽ ജനകീയ പ്രശ്നങ്ങൾ കാണുന്നതിലും പരിഹരിക്കുന്നതിലും ഇവർക്ക് പരാജയമാണ് സംഭവിക്കാൻ പോകുന്നതെന്നായിരിക്കും മനസ്സിലാക്കേണ്ടത്. എന്തായാലും സുരേഷ് ഗോപിയുടെ ഇടപെടൽ വളരെ ഉചിതമായിട്ടുണ്ട്. ഇതിനകത്ത് അവർക്കും ഒരു പ്രതീക്ഷ ഉണ്ട്.